തൃശൂരിൽ ഗുണ്ടകൾ ലഹരി പാർട്ടി നടത്തുന്ന വാർത്തകൾ നേരത്തെയും പുറത്തു വന്നിട്ടുള്ളതാണ്. ഇതും സമാനമായ ഒരു സംഭവമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ പോലീസിനെ ആക്രമിച്ച 6 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 4 പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ ഒരു ആരോഗ്യനില എങ്ങനെയാണ്? ഗോപിക, ഇത് ഈ ഒരു കൊലക്കേസ് പ്രതി കൂടിയായ ബ്രഹ്മദത്തൻ എന്ന ഗുണ്ടാത്തലവന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ പോലീസിനെ ആക്രമിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 3:30 ആയിരുന്നു സംഭവം. നെല്ലങ്കരയിലെ വിജനമായ സ്ഥലത്ത് ബർത്ത്ഡേ പാർട്ടി നടത്തുന്നുണ്ടെന്നും പാർട്ടിയിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുമുള്ള ഒരു പരാതിയെ തുടർന്നാണ് പോലീസ് സംഘം സ്ഥലത്തെത്തിയത്. സ്ഥലത്തെത്തിയപ്പോൾ തന്നെ പോലീസ് സംഘത്തെ ഒന്നടങ്കം ഈ ഗുണ്ടാ സംഘം ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയായിരുന്നു. കമ്പിപ്പാരയും പട്ടിക വടികളും ഒക്കെ ആയിട്ടായിരുന്നു ഈ ഒരു ഗുണ്ടകളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ 4 പോലീസുകാരെ ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഗ്രേഡ് SI ജയൻ, സീനിയർ CPO അജു, CPOമാരായ ഷനോജ്, ശ്യാം എന്നിവർക്കാണ് പരിക്കേറ്റത്. ഈ കമ്മീഷണർ അടക്കം ഇപ്പോൾ പ്രദേശത്ത് സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഈ ആദ്യ വാഹനത്തിലെത്തിയ പോലീസ് സംഘത്തെ ഗുണ്ടകൾ ആക്രമിച്ചു. പിന്നീടെത്തിയ 2 പോലീസ് വണ്ടിക്ക് നേരെയും ഇവർ ആക്രമണം അഴിച്ചു വരികയായിരുന്നു. പിന്നീട് കൂടുതൽ പോലീസ് സംഘം സ്ഥലത്തെത്തിയാണ് ബ്രഹ്മദത്ത് ഉൾപ്പെടെയുള്ള 6 പ്രതികളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിലുള്ള ഗുണ്ട നേതാക്കളുടെ പാർട്ടി, അതുപോലെ തന്നെ ലഹരി പാർട്ടി എല്ലാം തൃശ്ശൂരിൽ നടന്നു വരുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നത്. ഏറ്റവും അവസാനത്തെ സംഭവമാണ് ഇത് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ പോലീസിനെ തന്നെ നേരിട്ട് ആക്രമിക്കുകയായിരുന്നു. പോലീസിന്റെ വാഹനങ്ങൾ തല്ലി തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. പട്ടികവടിയും കമ്പിപ്പാരയും ഒക്കെയായി പോലീസിനെ ആക്രമിക്കുന്നു. ഈ പോലീസുകാർക്കും വലിയ രീതിയിലുള്ള പരിക്കേറ്റിട്ടുണ്ട്. താടിയെല്ലാം തകർന്നിട്ടുണ്ട് ഒരു പോലീസുകാരന്റെ. മാത്രമല്ല ഈ കമ്പിപ്പാര വെച്ച് അടികൊണ്ട് പല ശരീരഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിലും ക്ഷതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ഈ ഗുണ്ടാ സംഘം ഈ പോലീസുകാർക്ക് നേർക്ക് നടത്തിയത് എന്നതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും നിലവിൽ ഈ ഒരു ഗുണ്ട സംഘത്തെ മുഴുവൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കമ്മീഷണർ അടക്കം പറഞ്ഞത് ഗുണ്ടകളെ പോലെ പ്രവർത്തിച്ചു, പോലീസിന്റെ പണി ചെയ്തു, അല്ലെങ്കിൽ പോലീസിനെ പോലെ പ്രവർത്തിച്ചു, കൂടുതലായൊന്നും ഇതിൽ പറയാനില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ് കമ്മീഷണർ അടക്കം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശരി, തൃശൂരിൽ പോലീസിനെ ഗുണ്ടകൾ ആക്രമിച്ചു. മണ്ണൂത്തി നല്ലങ്കരയിലാണ് സംഭവം. 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹരീഷാണ് വിവരങ്ങൾ നൽകിയത്.